ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാത്രികാലങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുമോ? ഇല്ല എന്നറിയാം. പക്ഷേ അറബ് ലോകത്ത് നിന്ന്, അറബ് ലോകത്തിൻ്റെ മുകളിൽ നിന്ന് അഥവാ ആകാശത്തിൽ നിന്ന് അറബ് ലോകത്തിൻ്റെ തെരുവുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിളങ്ങി നിൽക്കുന്ന മനുഷ്യരെ കാണാൻ വേണ്ടി സാധിക്കും. ഹൃദയവും ശരീരവും മാനവികതയ്ക്ക് വേണ്ടി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന, കത്തിജ്വലിച്ച് സേവനങ്ങളിൽ മുഴുകി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുടെ തിളങ്ങി നിൽക്കുന്ന ശരീരങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. ഹൃദയശുദ്ധിയുടെ, സേവനശുദ്ധിയുടെ, പരിശുദ്ധിയുടെ മുഖങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ ആകാശത്ത് രാത്രികാലങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ വെളിച്ചത്തേക്കാൾ അതിന് കാഠിന്യം കൂടുതലായിരിക്കും. ആ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളെ കവരുക തന്നെ ചെയ്യും. അറബ് ലോകം ഞെട്ടിയിരിക്കുകയാണ്. അറബ് ലോകം ഉറ്റുനോക്കുന്നത് മലയാളികളുടെ ഹൃദയത്തിലേക്കാണ്. ആരാണിവർ? എന്താണിവർ ഇവിടെ ചെയ്യുന്നുള്ളത്? പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അറബ് രാജ്യങ്ങളിലെ പൗരന്മാർ തന്നെ സേവനങ്ങളിലേക്ക് ഇറങ്ങാൻ മടിക്കുമ്പോൾ ഞങ്ങളുണ്ട് സേവനത്തിന് എന്ന് പറഞ്ഞ ഒരു തിരശീലക്ക് പിന്നിലും നിൽക്കാതെ, മുൻപിൽ വന്ന് നാടകം കളിക്കാതെ മനസ്സറിഞ്ഞ് സേവനം ചെയ്യുന്ന മുത്തുമണികളാൽ നിറഞ്ഞു നിൽക്കുകയാണ് അറബ് ലോകം. KMCCയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ്. അവരെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതാണ്. ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടിയാണ് KMCCക്കാർ അവിടെ പ്രവർത്തിക്കുന്നുള്ളത്. അവരോടൊപ്പം തന്നെ കുറച്ച് സംഘടനകളും അവരുടേതായിട്ടുള്ള പരിമിതികൾക്കകത്ത് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സേവനത്തിന്റെ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ കലാ ദുബായ് എന്ന് പറയുന്ന ഒരു സംഘടന 2500ഓളം വരുന്ന ആളുകൾക്ക് ഭക്ഷണ കിറ്റ് എത്തിച്ചിരിക്കുകയാണ്. 2000ഓളം പ്രവാസികളായിട്ടുള്ള മലയാളികൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവരുടെ വിശപ്പ് മാറ്റാൻ നല്ല വിഭവങ്ങൾ അടങ്ങിയ സുന്ദരമായ മനോഹരമായ ഭക്ഷണ കിറ്റുകൾ നൽകിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ആവശ്യ സാധനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ കലാ ദുബായിയുടെ പ്രവർത്തകർ എത്തിച്ചു നൽകിയിരിക്കുകയാണ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കലാ ദുബായിയുടെ അമരക്കാരായിട്ടുള്ള അഷ്റഫ് TPയുടെയും അഷ്റഫ് തലശ്ശേരിയുടെയും നേതൃത്വത്തിലുള്ള 600-700ഓളം വരുന്ന പ്രവർത്തകർ വളരെ ശക്തമായ ഇടപെടൽ തന്നെയാണ് ദുബായിൽ നടത്തുന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിച്ചു. ഇന്ന് അതിൻ്റെ വോയിസ് സന്ദേശം എൻ്റെ വാട്സപ്പിലേക്ക് വന്നതാണ്. ദുബായിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള കിസൈസിൽ 6ഓളം വരുന്ന മലയാളികളായിട്ടുള്ള സ്ത്രീകൾ ഇത്തിരി ദുരിതം അനുഭവിക്കുകയാണ്. അവർ ഈ അരിഭക്ഷണം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു വലിയ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികൾക്ക് ഈ അരിഭക്ഷണമില്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അരിഭക്ഷണം ലഭിക്കാതെ ദിവസങ്ങളോളമായി പ്രയാസത്തിലുണ്ടായിരുന്ന, പ്രവാസ ലോകത്തേക്ക് നാട്ടിൽ നിന്ന് വീട്ടുജോലി ചെയ്യാൻ വേണ്ടി വന്ന 6ഓളം സ്ത്രീകൾ അവരുടെ ദുഃഖം ഒരു ഫോൺ കോളിലൂടെ കലാ ദുബായിയുടെ പ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവരുടെ വീട്ടിലേക്ക്, അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരുപാട് കിറ്റുകൾ എത്തുകയാണ്. ആ കിറ്റുകൾ കണ്ടിട്ട് ആ സ്ത്രീകൾ മനോഹരമായ വാക്കുകളിൽ പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരുപാട് നന്ദിയെന്ന്. ആ സന്ദേശം കേൾക്കാം. സാധനമൊക്കെ കിട്ടിട്ടോ, അരിയും പരിപ്പും എല്ലാ സാധനവും കിട്ടി. അൽഹംദുലില്ലാ, നമ്മൾ അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ പരിമിതികൾക്കകത്ത് കലാ ദുബായ് പ്രവർത്തകർ തിളങ്ങി നിൽക്കുകയാണ്. ഒപ്പം മറ്റു പല സന്നദ്ധ പ്രവർത്തകരുമുണ്ട് ദുബായിൽ. മലയാളികളുടെ നന്മയാർന്ന മുഖം കാണിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന കലാ ദുബായിയുടെ പ്രവർത്തകർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാം. 4 വർഷമേ ആയിട്ടുള്ളൂ ദുബായിൽ ഈ സംഘടന രൂപീകരിച്ചിട്ട്. പക്ഷേ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ പലർക്കും ഇന്ന് താങ്ങും തണലുമായി മാറുകയാണ്. ഇനിയും ഒരുപാട് കിറ്റുകളുണ്ട് കലാ ദുബായിയുടെ പക്കലിൽ. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചോളൂ എന്ന് അവർ പറയുമ്പോൾ സേവന രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇത്തിരി തിളക്കം കൂടുകയാണ്. ആകാശത്ത് നിന്ന് നോക്കിയാൽ KMCCക്കാരെയും കലാ ദുബായിയുടെ പ്രവർത്തകരെയും മറ്റു പല സംഘടനകളിലെ പ്രവർത്തകരെയും തിളങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഇവർക്കൊക്കെ മലയാളികളായ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് നൽകിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.